അഖില മിസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ, ആ സിമ്പിളിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ സിമ്പിൾ അലൂമിനിയത്തിന്റെതാണെന്ന് മനസ്സിലായി. അവിടെ 2 നമ്പേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ മുകളിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, അതിന്റെ മാസ് നമ്പർ ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടിയിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ തന്നിരിക്കുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആയിരിക്കും. ഇത് 2 കാര്യങ്ങളാണ് ഈ ഒരു സിമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, അറ്റോമിക് നമ്പർ അല്ലെ. സോ നമുക്ക് പറയാം അത് എത്രയായിരിക്കും, 13 തന്നെയായിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ, സോ 13 തന്നെയാണ് വരുന്നത്. ഇനി ന്യൂട്രോണിന്റെ എണ്ണോ, ന്യൂട്രോണിന്റെ നമ്പർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഇവിടെ മാസ് നമ്പർ 27 ആണ്, മൈനസ് 13 എഴുതണം നമ്മൾ, അറ്റോമിക് നമ്പർ ആണ് 13. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 14 ആണ്. അതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമുക്ക് ഇലക്ട്രോണിന്റെ എണ്ണം ഓൾറെഡി അറിയാം അല്ലെ, അറ്റോമിക് നമ്പർ ഒക്കെ അറിയാവുന്നതാണ്. സോ 13 എന്ന് പറയുമ്പോൾ കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, 8 ഇലക്ട്രോൺ എൽ ഷെല്ലില്, ബാക്കി 3 ഇലക്ട്രോൺ എവിടെ പോകും, എം ഷെല്ലിലേക്ക് പോകും. 2, 8, 3 വിൽ ബി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി വാലൻസി ആണ്. വാലൻസി എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ്. അവിടെ 3 ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ 3 ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റേബിൾ അല്ല. അത് 8 ഇലക്ട്രോൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ 3 ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യണം, ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അതിന് ഈ പറയുന്ന രീതിയിൽ 5 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ചെറിയ നമ്പർ ചൂസ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വാലൻസി ആയിട്ട് 3 എഴുതാൻ പോവാണ്. കാരണം ഇത് എപ്പോഴും എന്ത് ചെയ്യായിരിക്കും ചെയ്യുക, ഈ 3 ഇലക്ട്രോണിന് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. സോ വാലൻസി വിൽ ബി 3. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ സിമ്പിളിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സിമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് ആ ഒരു എലമെന്റിന്റെ, ഈ തന്നിരിക്കുന്ന സോഡിയം എലമെന്റിന്റെ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വാലൻസിയും എന്റെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. വീണ്ടും കാണാം. ബൈ.